ദേശീയപാത 66-ന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം നടുവിൽക്കര നിവാസികൾ ഒറ്റപ്പെട്ടതായി പരാതി. പ്രയാസത്തിലായി 500-ലധികം കുടുംബങ്ങൾ. അടിപ്പാതയും സർവീസ് റോഡുമില്ലാതെ വാടനപ്പള്ളി നടുവിൽക്കര നിവാസികൾ കടുത്ത ദുരിതത്തിലാണ്. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 9, 11 വാർഡുകളിലായി 500-ലധികം കുടുംബങ്ങളാണ് ഇതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായത്. ദേശീയപാത നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതോടെ പ്രധാന പാതയിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ പഞ്ചായത്ത് റോഡുകൾ അടയ്ക്കപ്പെടുകയായിരുന്നു. രോഗികളെയോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടായാൽ ആശുപത്രിയിൽ എത്തിക്കാൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല. നിലവിൽ സുരക്ഷാ ഭിത്തിക്ക് മുകളിലൂടെ അപകടകരമായ രീതിയിൽ ചാടിക്കടന്നാണ് ജനങ്ങൾ യാത്ര ചെയ്യുന്നത്. വാഹനങ്ങളുടെ അതിവേഗ ഓട്ടപ്പാച്ചിലിനിടയിലുള്ള ഇത്തരം യാത്രകൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. കൂടാതെ നിർമ്മാണത്തിനിടെ കുടിവെള്ള പൈപ്പുകൾ തകർന്നതോടെ പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണവും നിലച്ചു. തൃത്തല്ലൂർ ഏഴാങ്കലിൽ നിന്ന് ആരംഭിച്ച് തൃശൂർ റോഡിൽ എത്തിച്ചേരുന്നതാണ് വാടനപ്പള്ളി ബൈപ്പാസ്. ഗണേശമംഗലത്ത് നിന്ന് മേപ്രങ്ങാട് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തു കൂടി പുത്തിലത്ത് ക്ഷേത്ര ജംഗ്ഷൻ വരെ ഉണ്ടായിരുന്ന 75 വർഷത്തോളം പഴക്കമുള്ള പഞ്ചായത്ത് റോഡ് ഉൾപ്പെടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട 4 റോഡുകളാണ് ബൈപ്പാസ് വന്നതോടെ അടഞ്ഞുപോയത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകാൻ ജനങ്ങൾ ഇപ്പോൾ 1 കിലോമീറ്ററിലധികം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ്. പ്രദേശത്തെ പ്രധാന തോട് അടച്ചുകെട്ടിയാണ് ദേശീയപാത നിർമ്മിച്ചിരിക്കുന്നത്. മഴവെള്ളം ഒഴുകിപ്പോകാൻ ശാസ്ത്രീയമായി കാനകൾ നിർമ്മിക്കാത്തതിനാൽ പ്രദേശത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാണ്. മഴ വീണ്ടും കനത്താൽ വീടുകൾ തകരുന്ന സ്ഥിതിയാണുള്ളത്. അടിപ്പാതയും സർവീസ് റോഡും വേണമെന്നാവശ്യപ്പെട്ട് 2024-ൽ ജില്ലാ കളക്ടർക്കും ദേശീയപാത അതോറിറ്റിക്കും നിവേദനം നൽകിയിരുന്നുവെങ്കിലും നടപടിയൊന്നുമുണ്ടായില്ല. യാത്രാ ദുരിതം രൂക്ഷമായതോടെ CPM-ന്റെ നേതൃത്വത്തിൽ അടുത്തിടെ ദേശീയപാത നിർമ്മാണ പ്ലാന്റ് ഉപരോധിച്ചിരുന്നു. മണലൂർ MLA പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഈ വിഷയം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാസ്ത്രീയമായ രീതിയിൽ കാനകൾ നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.